ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നല്ലൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു കടലക്കറിയിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. എന്നിട്ട് നല്ല കൊഴുപ്പോട് കൂടിയ കടലക്കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം കൂടി കുക്കറിലിട്ട് 3 വിസിൽ മതി. കടലക്കറി റെഡി. അതുപോലെ തന്നെ ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ തലേന്ന് രാത്രി തന്നെ 1 കപ്പ് കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇതാ കടലയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. കടല നമ്മൾ കഴുകിയതിന് ശേഷമാണ് കുതിർക്കാൻ വെച്ചത്. ഇനി ഇതുണ്ടാക്കാനായി ഇതുപോലൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1 തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി കടല നിങ്ങൾ തലേന്ന് കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന കടലയ്ക്കനുസരിച്ച് അത് വേവിക്കാൻ എടുക്കുന്ന ടൈമിലും വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടല ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ 3 വിസിൽ അടിച്ചു കഴിഞ്ഞു. കുക്കറിലെ പ്രഷറൊക്കെ മുഴുവനായും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാനും നല്ല കളറുണ്ട്. കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ കറിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കടല ഇതുപോലെ തവി കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റുന്നതും കടല വേവിക്കുന്നതും എല്ലാം ഈ ഒറ്റൊരു കുക്കറിലാണ്. നമ്മൾ വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കടലക്കറികൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കടലക്കറി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.